അപ്പോൾ നമ്മൾ ഡേ 3 ഇൻ മലേഷ്യ ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ കഴിക്കുന്ന സാധനമില്ലേ, ഇതിനെയാണ് പറയുന്നത് കായ ബ്രെഡ് എന്നല്ലേ ഇതിന് പറയുന്നത്, കായ ടോസ്റ്റ്. കായ ടോസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ പീനട്ട് ബട്ടറും ഇത് പീനട്ട് ബട്ടർ കായ ടോസ്റ്റ്. ആ ഓക്കെ. ജനറലി കായയും ബട്ടറും മാത്രം ഉണ്ടാവും. ഓക്കെ, കായ എന്ന് പറയുന്നത് ജാം. ഓക്കെ, അതിങ്ങനെ ഇതിൽ മുക്കിയിട്ട്, ഇത് ഹാഫ് ബോയിൽഡ് എഗ് അല്ലെങ്കിൽ നമ്മുടെ വാട്ടിയ മുട്ട അതിലിങ്ങനെ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. പിന്നെ അത് ഇത് ചിക്കൻ കഞ്ഞി. But it's like sticky rice kind of stew, right? Sticky rice kind of rice, right? Yeah, it uses the same rice. അപ്പോൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഫുഡ് വന്നിട്ടില്ല. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂർ എത്തി. ഇവിടുന്ന് ജസ്റ്റ് 40 മിനിറ്റ്സേ ഞങ്ങൾക്ക് എടുത്തുള്ളൂ. അവിടുന്ന് നമ്മൾ 12:30 ആയപ്പോൾ ഇറങ്ങി. ഇവിടെ 1:15 1:20 ആയപ്പോഴത്തേനും എത്തി. അപ്പോൾ ഇന്ന് ഫുൾ നമ്മൾ സിംഗപ്പൂറാണ് കറങ്ങാൻ പോകുന്നത്. ഇന്ന് തൊട്ട് അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് സിംഗപ്പൂർ സ്റ്റോറീസ് ആയിരിക്കും. ഇവിടെ നിൽക്കാൻ പറ്റാത്ത പോലെ ചൂടാണ്, ഭയങ്കര വെയിലാണ്, അന്യായ വെയിലാണ്. ആദ്യം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര മഴയൊക്കെ കണ്ടു, ഒരു ചെറിയ മഴയൊക്കെ പെയ്യുന്ന പോലെ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഴയായിരിക്കും, അപ്പോൾ ഇന്ന് ബീച്ച് സൈഡൊന്നും കവർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് മഴയൊക്കെ പെട്ടെന്ന് തന്നെ മാറി, ഭയങ്കര വെയിലാണ്, അന്യായ വെയിലാണ് ഇത്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ബാക്കി സ്റ്റോറീസ് നമുക്ക് കാണുന്നില്ല എവിടെയൊക്കെ പോകുന്നത്. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ഗൈഡഡ് ടൂറിലാണ്. എന്താണ് പറയുന്നത്, വാക്കോ, എന്തൊരു വാക്ക്, ഒരു 1 hour അല്ലേ, 1 hour 2 hours വാക്കാണിത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാം. ഇങ്ങനെ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നമുക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു 2 ടൂറിസ്റ്റ് അട്രാക്ഷൻ ബുക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല ഓഫേഴ്സ് അവിടെ കിട്ടും. എസ്പെഷ്യലി ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയറും കൂടെ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ ഓഫേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ച് നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫ്രീ സിറ്റി ടൂർ കിട്ടി. അതായത് വാക്കാണ്, ഒരു സ്ട്രീറ്റ് കൂടെ, അറബ് സ്ട്രീറ്റോ അങ്ങനെ എന്തോ ഒരു സ്ട്രീറ്റ് കൂടെ ഉള്ള ഒരു വാക്കാണത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. പക്ഷേ ഞങ്ങളിപ്പോൾ അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് 2:45 ആകുമ്പോഴത്തേക്കിനും അവിടെ എത്തണം. കറക്റ്റ് ടൈമായിരിക്കണം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3-നാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം നമുക്ക്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആട്ടോ. ഇവിടെ ഇതിങ്ങനെ ഫോട്ടോ ബൂത്താണ്. ഈ ഇത്രയും 14 റൂംസ് ഉണ്ട്. ഇതിൽ ഏതിൽ വേണമെങ്കിലും നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണ് സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ. ഹാജി അലി സ്ട്രീറ്റ് അല്ലേ, ഹാജി ലെയിൻ. യാ. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂരിൻ്റെ ഹാജി ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ലെയിനിലാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്ന് വെച്ചാൽ, പണ്ട് ഹജ്ജിന് പോകുന്നവർ ഇവിടെ വന്ന് കച്ചവടം ചെയ്ത് ഇവിടുന്ന് പൈസ ഉണ്ടാക്കിയിട്ടാണ് പോയിരുന്നത് എന്നാണ് പറയുന്നത്. അത് കൂടുതൽ ഡീറ്റെയിൽസ് കേൾക്കാനായിട്ട് എൻ്റെ പേജിൽ ഷോർട്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. ഇതുണ്ടോ, ഇത് ഭംഗിയായിട്ടാണ് കടകൾ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് നമുക്കിങ്ങനെ തോന്നും. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. നിങ്ങൾ സിംഗപ്പൂർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലം കാണാതെ പോകരുത്. അത്രയ്ക്കും നമ്മൾ കാണേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. സോ ഞങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഞങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു കിയോസ്ക് ഉണ്ടായിരുന്നു. ഇതെടുത്ത് എൻ്റെ പുതിയ കുട കേട്ടോ, ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട്. സോ ആ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ നമ്മൾ ആ കിയോസ്കിൽ നിന്ന് നമ്മൾ സിം എടുക്കാനായിട്ട് വന്നായിരുന്നു. ആ സിം എടുക്കുന്നതിൻ്റെ അവിടെ തന്നെ ഗൈഡഡ് ടൂർ, പിന്നെ ഏതൊക്കെയോ ഗാർഡൻസ് ബൈ ദ ബേ അതിൻ്റെയൊക്കെ ടിക്കറ്റ് സെല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഫ്രീ ഗൈഡഡ് ടൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗൈഡഡ് ടൂറിലാണ്
ഇവിടെ എവിടെയോ ഡൂരിയൻ ഉണ്ട് കേട്ടോ, ഡൂരിയൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡഡ് ടൂറിലാണ് ഞങ്ങൾ ഈ സ്ഥലം കണ്ടത്. അയ്യോ ഭയങ്കര സ്മെല്ല്, അറിയാമല്ലോ ഡൂരിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മുടെ ചക്ക പോലെ ഇരിക്കും. എവിടെയൊന്നും എനിക്ക് കാണുന്നില്ല, എനിക്ക് കാണാനും താല്പര്യം, അത്രയ്ക്ക് സ്മെല്ലത്. അപ്പോൾ ആ ഗൈഡഡ് ടൂറിലാണ് നമ്മൾ ഈ സ്ഥലം കണ്ടത്. ഭയങ്കര പ്രിറ്റി പ്ലേസാണ്. ആ ഗൈഡഡ് ടൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര മഴയത്ത് ഞങ്ങൾ ഇവിടുത്തെ തന്നെ സൂപ്പർ മാർക്കറ്റ് 7-Eleven കയറിയിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുട എടുത്തു. $7 കുട. അതുകൊണ്ടാണ് ഈ ലോഗോസ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വീണ്ടും നടക്കാൻ ഇറങ്ങി. ആക്ച്വലി ഒരു ദിവസം മൊത്തം നമുക്ക് ഈ സ്ട്രീറ്റ്സിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹാജി അലി സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് നേരെ ഇവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കിട്ടും. സോ അവിടുന്ന് നേരെ നമുക്ക് ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ ആ ഹാജിലിയുടെ എൻഡിലുള്ള ഒരു സ്ഥലത്ത് കുറച്ച് ഇങ്ങനെ ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് ഭയങ്കര നല്ലൊരു ഷോപ്പുണ്ട്. ഭയങ്കര ക്യൂട്ട് സാധനങ്ങൾ ഒരുപാട് കിട്ടും. ഞങ്ങൾ ആ ഒരു ഷോപ്പിൽ വന്നതിനുള്ള ബാഗ്സ് ഒക്കെ കണ്ടോ, ബാക്കിൽ കിടക്കുന്ന ബാഗ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള ബാഗ്സ് ഉണ്ട്. പിന്നെ ഇത് ചെറിയ ചെറിയ പൗച്ചസ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ടത് വളരെ സ്ട്രീറ്റ് വ്യൂസൊക്കെയാണ്. എല്ലാവരും കാഫേസിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നോമ്പ് തുറയായി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. എല്ലാവരും നിലത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ? എന്നാ അടിപൊളിയാന്ന് നോക്കിയേ. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങളുടെ ചായയും ബണ്ണും. ഈ ചായക്ക് എന്താ പറയുക? തേ താരിഖ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയാം. പിന്നെ ഇത് കായ ബൺ, നമ്മൾ രാവിലെ കഴിച്ച കായ ടോസ്റ്റിൻ്റെ പോലെ തന്നെ ഇതിൽ കോക്കനട്ട് ജാമും ബട്ടറും കൂടെ ഉള്ളത്. അപ്പം ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഇവിടുത്തെ കുറച്ച് രാത്രി ആയപ്പോഴത്തേക്കിനും കുറച്ച് ഭയങ്കര ലൈവ്ലി ആയി. നമ്മൾ നേരത്തെ വന്ന സ്ട്രീറ്റ് തന്നെ, നമ്മൾ ഇതുവഴിയാണ് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയുടെ കാണാം. ഞങ്ങളുടെ പ്ലാൻ ശരിക്കും വേറെ മറീന ബേ സാൻഡ്സ് ഒക്കെ പോകാനായിരുന്നു. ബട്ട് ഈ ഒരു ഭംഗി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് പോകാൻ തോന്നിയില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ്. ഇതൊരു ഭംഗിയാണ് നോക്കിയേ, വെരി വെരി പ്രിറ്റി.